അവിശ്വസനീയമായ നിരവധി കഥകളാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ബി നിലവറയെ പറ്റി പ്രചരിക്കുന്നത്. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം ജില്ല തന്നെ വെള്ളത്തിൽ മുങ്ങുമെന്നും നിലവറയിലെ നിധി കാത്തിരിക്കുന്ന നാഗത്താന്മാർ എല്ലാം നശിപ്പിക്കുമെന്നും തുടങ്ങി നിരവധിയാണ് പ്രചരിക്കുന്ന കഥകൾ. എന്നാൽ ഇന്നും പലർക്കും അത്ഭുതമായി ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടരുകയാണ് ഈ ബി നിലവറയും അതിലെ രഹസ്യങ്ങളും. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി നേടിയ സ്വത്തുക്കൾ മുഴുവൻ ബി നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയെ പറ്റിയുള്ള ചില രഹസ്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാം. ബി നിലവറയുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് നരസിംഹസ്വാമിയാണ്. ശ്രീകോവിൽ പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ് ഇവിടം. ഇന്നും വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഇളക്കം തട്ടാത്തതിന് കാരണവും ഈ നരസിംഹസ്വാമിയുടെ സാന്നിധ്യം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്ര ചൈതന്യത്തിൽ യാതൊരു വ്യത്യാസവും വരാതെ സൂക്ഷിക്കുന്നത് ബി നിലവറ തന്നെയാണ്. ഈ അറയ്ക്കുള്ളിൽ പത്മനാഭസ്വാമിയുടെ ശ്രീചക്രവും മറ്റ് അമൂല്യ വസ്തുക്കളുമുണ്ട്. ഇവയ്ക്ക് സ്ഥാനചലനം സംഭവിച്ചാൽ ദേവചൈതന്യം തന്നെ ക്ഷയിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ബി നിലവറ തുറക്കാൻ രാജകുടുംബം അനുവദിക്കാത്തതും. ബി നിലവറയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് വരുന്ന നിധിയുടെ കാവൽ ഉഗ്രവിഷമുള്ള നാഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. നിലവറ തുറക്കുന്ന ആൾ സർപ്പദംശനമേറ്റ് മരിക്കും എന്നതാണ് ഒരു വിശ്വാസം. പണ്ടുകാലത്ത് ഒരിക്കൽ വരൾച്ചയുണ്ടായപ്പോൾ അത് പ്രതിരോധിക്കാൻ വേണ്ടി ബി നിലവറ തുറക്കുകയും എന്നാൽ സർപ്പക്കൂട്ടത്തിനെ കണ്ട് നിലവറ ഉടൻ തന്നെ അടയ്ക്കുകയും ചെയ്തതായിട്ട് കഥകളുണ്ട്. ബി നിലവറയ്ക്ക് പുറത്തുള്ള സർപ്പചിഹ്നം പലപ്പോഴും ആപത്ത് സൂചനയാണ് നൽകുന്നത്. വിശ്വാസങ്ങളെ മറികടന്ന് ആരെങ്കിലും ബി നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ അത് ആപത്തിലേക്ക് വഴിവെക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ സർപ്പചിഹ്നം അവിടെ നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പണ്ഡിതരായിട്ടുള്ള പല ജ്യോതിഷികളുടെ പ്രവചനം ഇങ്ങനെയായിരുന്നു: ബി നിലവറ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചാൽ അവർ നരസിംഹസ്വാമിയുടെ കോപത്തിന് ഇരയാവുമെന്നായിരുന്നു ഈ ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നത്. മാത്രമല്ല അവരുടെ കുടുംബത്തിനെയും ഇത് ബാധിക്കും. കുടുംബത്തിനെ മാത്രമല്ല, തലമുറകളായി ഈ ശാപം നൂറ്റാണ്ടുകൾ പിന്തുടരുമെന്നായിരുന്നു ഈ ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നത്. ക്ഷേത്രത്തിലെ നിലവറ തുറക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയ വ്യക്തി മരണപ്പെട്ടത് ഈ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞിരോട്ട് യക്ഷിയമ്മ ഇപ്പോഴും ബി നിലവറയിൽ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് കഴിയുന്നുണ്ട് എന്നാണ് മറ്റൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ബി നിലവറ തുറന്നാൽ ഇത് യക്ഷിയമ്മയെ പ്രകോപിപ്പിക്കുമെന്നും ഇത് സർവനാശത്തിലേക്ക് വഴിവെക്കുമെന്നും മറ്റൊരു വിശ്വാസവുമുണ്ട്. നാഗബന്ധനമാണ് നിലവറയെ ഇപ്പോഴും അത്ഭുതങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ശബ്ദവീജികൾ കൊണ്ട് പൂട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനെയാണ് ഈ നാഗബന്ധനം എന്ന് പറയുന്നത്. അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ നവസ്വരങ്ങൾ കൊണ്ടുള്ള രഹസ്യ സൂത്രം, ഇതിനെയാണ് നാഗബന്ധനം എന്ന് പറയുന്നത്. നാഗബന്ധനം എന്ന വാക്ക് പോലും നമ്മളിൽ പലരും കേൾക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തിയുടെ പ്രത്യേക രീതിയിലുള്ള ശബ്ദം പൂട്ടിനകത്ത് ചെല്ലുമ്പോൾ അതിലുള്ള ലോഹത്തകിട് പ്രത്യേക രീതിയിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നതത്രേ. എന്നാൽ കൃത്യമായല്ല ശബ്ദമെങ്കിലും മറ്റൊരാളുടെ ശബ്ദമാണ് ലോഹത്തകിടിലൂടെ കടന്നു ചെല്ലുന്നത് എങ്കിലും ഈ പൂട്ടിന് അനക്കമൊന്നും ഉണ്ടാവില്ലത്രേ. കൂടാതെ നിധിക്ക് കാവൽ നിൽക്കുന്ന പാമ്പുകൾ ആക്രമിക്കുക കൂടി ചെയ്യുമെന്നാണ് വിശ്വാസം. അങ്ങനെ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് പ്രചരിക്കുന്നത്.